വിവാഹിതരായ ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഭൂമി ആകപ്പാടെ സങ്കടത്തിലാണ്. അച്ഛൻ്റെ മരണം ഭൂമി ആകപ്പാടെ തകർത്തിരിക്കുകയാണ്. അങ്ങനെ ഭൂമിക്ക് തോന്നുകയാണ്, അച്ഛൻ വന്ന് പറയുന്നു, മോള് ഇങ്ങനെ ധൈര്യമില്ലാതെ ഇരിക്കല്ലേ, ധൈര്യത്തോടെ മോള് മുന്നോട്ട് പോകണം, മോൾക്ക് എന്ത് ചെയ്യാനും കഴിയും. അച്ഛൻ മോളെ അങ്ങനെയല്ലേ വളർത്തിയേക്കുന്നത്, അംബികയെ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയിരിക്കുന്നത്, നീ അവളെ രക്ഷപ്പെടുത്തണം, അവളെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നൊക്കെ വന്ന് പറയുന്നതായിട്ട് ഭൂമിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ അച്ഛൻ്റെ മുന്നിൽ വാക്ക് കൊടുക്കുകയാണ്, ഞാൻ അമ്മയെ രക്ഷപ്പെടുത്തിയിരിക്കുമെന്ന് പറയാണ്. അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഭൂമി. അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര സങ്കടത്തോടെയാണ് ചെല്ലുന്നത്. അങ്ങനെ അവിടെ അനുവാദം വാങ്ങിച്ചതിന് ശേഷം അംബികയെ കാണാൻ ചെല്ലുകയാണ്. അംബികയുടെ അവസ്ഥ കണ്ട് സങ്കടം കൊണ്ട് സഹിക്കാൻ വയ്യ. അങ്ങനെ കരഞ്ഞ് തളർന്ന് സെല്ലിനുള്ളിൽ ഇരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ഭൂമിയെ കാണുമ്പോൾ തന്നെ അംബികയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അമ്മയെന്നും വിളിച്ചുകൊണ്ട് ഭൂമിയും ചെല്ലുന്നുണ്ട്. അപ്പം പൊട്ടിക്കരയാണ് അംബിക ഭൂമിയെ കാണുമ്പോൾ. ഇത് കാണുമ്പോൾ ഭൂമിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, അമ്മ എന്തിനാ വിഷമിക്കുന്നത്, അമ്മ ഒരു തെറ്റും ചെയ്തതില്ലെന്ന് എനിക്കറിയാം, പിന്നെ അമ്മ എന്തിനാ വിഷമിപ്പിക്കുന്നത്, അമ്മയെ ഞാൻ പുറത്തിറക്കിയിരിക്കും, 3-4 ദിവസത്തിനുള്ളിൽ തന്നെ അമ്മയെ ഞാൻ പുറത്തിറക്കിയിരിക്കും, യഥാർത്ഥ കൊലയാളി ഞാൻ പുറത്ത് വരും എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അംബികയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, അച്യുതേട്ടനെ കൊന്നതാ, എൻ്റെ മുന്നിലിട്ടാ കൊന്നത് എന്ന് പറഞ്ഞ് സങ്കടത്തോടെ കരയാണ്. എൻ്റെ മോൾ ഒറ്റയ്ക്കായല്ലോ, അമ്മയും അച്ഛനും ഇല്ലാതെ മോൾ ഒറ്റയ്ക്കായല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ കരയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഭൂമിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. ഭൂമി പറയാണ്, അമ്മ വിഷമിക്കേണ്ട, അമ്മ 3-4 ദിവസത്തിനുള്ളിൽ ഇതിൽ നിന്നിറങ്ങും, എനിക്ക് ആരും നഷ്ടപ്പെട്ടില്ല, എൻ്റെ കൂടെ തന്നെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അമ്മയെ ഞാൻ പുറത്തിറക്കും, ഇതിൻ്റെ വാക്കാണെന്ന് പറയാണ്. അമ്മ സങ്കടപ്പെടാതിരിക്കുക എന്ന് പറയാണ്. ഞാൻ കുറച്ച് ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്, അമ്മയ്ക്ക് ഞാൻ തരാം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തോടെ ആ ചോറെടുത്ത് അംബികയ്ക്ക് വാരി കൊടുക്കണം. അംബികയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. മോളെ എന്നും പറഞ്ഞ് പൊട്ടിക്കരയാണ്. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അമ്മ വിഷമിക്കേണ്ട, ഇതിൻ്റെ പുറയിൽ എന്തായാലും ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അത് ഞാൻ പുറത്ത് കൊണ്ടുവരാൻ തന്നെ ചെയ്യും എന്ന് പറയാണ്. അതിനുശേഷം ഭൂമിയാണെങ്കിൽ അംബികയെ സമാധാനിപ്പിച്ചതിനൊക്കെ ശേഷം പോകാൻ നേരത്തിൽ പോലീസുകാരും വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, എന്തായാലും ഇതിൻ്റെ പുറയിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് സാറേ, അതുകൊണ്ടാണ് എൻ്റെ അമ്മ ഇതിനകത്ത് പെട്ടുപോയത്, ഇത് ഞാൻ പുറത്ത് കൊണ്ടുവരും, എൻ്റെ അമ്മയെ എനിക്ക് പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ, യഥാർത്ഥ കൊലയാളി ആൾ പുറത്ത് നിൽപ്പുണ്ട്, അയാളെ ഞാൻ അകത്താക്കുകയും ചെയ്യും, ഇത് ഭൂമിയുടെ ഒരു വാശിയാണ്, എൻ്റെ അച്ഛനെ കൊന്ന ആളെ ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്ന് പറയാണ്. അമ്മ എൻ്റെ അച്ഛനെ കൊന്നെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല, അങ്ങനെ ഒരിക്കലും ഉണ്ടാവത്തുമില്ല എന്ന് പറയാം. അങ്ങനെ ഭയങ്കര വിഷമത്തോടെ അങ്ങ് പോവുകയാണ് ഭൂമി. ഈ സമയത്ത് സൗഭാഗ്യപുരത്ത് പുതിയ പദ്ധതിയുമായിട്ട് ഇറങ്ങിയൊക്കെയാണ് ഭവാനി. ഈ കേസ് ഒരിക്കലും കണ്ടെത്തത്തില്ല, ഇതിൻ്റെ യഥാർത്ഥ പ്രതി ഒരിക്കലും പുറത്തു വരത്തില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലിരിക്കുകയാണ്. സത്യദാസിനെയും അജയും കൊണ്ട് ഒരിക്കലും അതിൻ്റെ സത്യം പുറത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കുകയാണ് ഭവാനി. അതിനുശേഷം ആ ഗുണ്ടയെ വിളിച്ച് പറയുന്നുണ്ട്, അടുത്ത ലക്ഷ്യം ഇനി ഭൂമിയാണ്, അവൾ ഈ ഭൂമിക്ക് മുകളിൽ വേണ്ട, അവളുടെ അച്ഛനെ പോലെ തന്നെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റപ്പെടേണ്ട ഒരാളാണ്, ഇനി അടുത്ത ലക്ഷ്യം ഭൂമിയാണെന്ന് പറയുകയാണ്. അപ്പം ഇതൊക്കെയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടെയും വാശിയോടെയാണ് ഭവാനി പറയുന്നത്. ഭവാനിക്ക് എങ്ങനെയെങ്കിലും ഭൂമിയെ നശിപ്പിക്കണം, അത് മാത്രമേ ഉള്ളൂ, എന്നിട്ട് സത്യദാസിൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കണം, ഇതൊക്കെയാണ് ഭവാനിയുടെ ഉദ്ദേശം. അങ്ങനെ വീട്ടിൽ വന്ന ഭൂമിയാണെങ്കിൽ ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അമ്മയുടെ അവസ്ഥ ജയിലിൽ ചെന്ന് കണ്ടതിന് ശേഷം അമ്മയുടെ അവസ്ഥയൊക്കെ ഓർത്തിങ്ങനെ സങ്കടപ്പെട്ട് കരയാണ്. രാത്രി ഒറ്റയ്ക്കേ ഉള്ളൂ. ആ സമയത്ത് ദീപാവലി വരുമ്പോൾ അംബികയും അച്യുതനും ഭൂമിയും കൂടെ ഭയങ്കര സന്തോഷത്തോടെ പടക്കം പൊട്ടിച്ചും അവരാഘോഷിച്ചൊക്കെ ഇങ്ങനെ നിറ കണ്ണോട് ഓർത്തിരിക്കുകയാണ് ഭൂമിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് അനാഥയെ പോലെ ആയിരിക്കുകയാണ് ഭൂമി. അങ്ങനെ സങ്കടപ്പെടുന്നതിൻ്റെ ഇടയ്ക്ക് ഭൂമി ഇങ്ങനെ വിചാരിക്കുന്നത്, ഞാനിങ്ങനെ വിഷമിച്ചാൽ എൻ്റെ അമ്മയെ ആര് പുറത്തിറക്കും, അച്ഛൻ അമ്മയെ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയിരിക്കുന്നത്, അമ്മയെ പുറത്തിറക്കണം, അമ്മ ഒരിക്കലും ആ തെറ്റ് ചെയ്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്, എൻ്റെ അമ്മയെ അങ്ങനെ ഒരു കൊലയാളിയാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ അമ്മയെ ആർക്കും വിട്ടുകൊടുക്കത്തില്ലെന്ന ഒരു വാശിയോടെ ഭൂമി തീരുമാനിക്കുകയാണ്. ഇനി അടുത്ത എൻ്റെ ലക്ഷ്യം എൻ്റെ അമ്മയെ പുറത്തിറക്കുക, യഥാർത്ഥ കൊലയാളിയെ പുറത്തു കൊണ്ടുവരിക, അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഭൂമി തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ഭൂമി തൻ്റെ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിയാണ്, അംബികയെ പുറത്തിറക്കുക. അംബികയല്ല ഈ തെറ്റ് ചെയ്തതെന്ന് ഒരു സംശയം അജയ്ക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അജയും ഭൂമിയുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അംബികയുടെ നിരപരാധിത്വം തെളിയിക്കാൻ അജയും ഭൂമിയും ഒന്നിക്കുകയാണ്, അതുപോലെ യഥാർത്ഥ കൊലയാളിയെ പുറത്തു കൊണ്ടുവരാനും.